എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നടന്ന മാട്രിൻ പരീക്ഷ കാസർഗോഡ് ജില്ലയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശ്രേഷ്ഠം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മയിൽ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, കീരം. കീരം എന്ന് പറഞ്ഞാൽ തത്ത എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ശരിയായ ഉത്തരം നവനീതം പ്രാവ്. ബാക്കി എല്ലാ ഉത്തരവും ശരിയാണ്. ഭ്രമരം വണ്ട്, പരവൃതം കുയിൽ, നളിനം താമര. നാലാമത്തെ ക്വസ്റ്റ്യൻ, ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും? ജഗത്ത് പ്ലസ് നാഥനാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി, ജഗത്ത് പ്ലസ് നാഥൻ ശരിയായ ഉത്തരം. അടുത്തത് ശൈലിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കഷ്ടപ്പെടുത്തുക എന്ന് വരുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ശതകം ചൊല്ലിക്കുക. അടുത്തത് ഒരു ഒറ്റപ്പദം കണ്ടെത്തുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യായശാസ്ത്രം പഠിച്ചവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ സി, നൈയായികൻ. അടുത്ത ക്വസ്റ്റ്യൻ, നൃപ പ്ലസ് ഇന്ദ്രൻ എന്ന് ചേർത്തെഴുതിയാൽ എങ്ങനെ വരും? ഉത്തരം നൃപേന്ദ്രൻ. ഓപ്ഷൻ എ, നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, യവനൻ യവനി. ഓപ്ഷൻ എ, ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ലേഖിക. ഓപ്ഷൻ ബി, സിംഹം എന്നതിൻ്റെ സ്ത്രീലിംഗം സിംഹി. ഓപ്ഷൻ സി, സേവകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം സേവിക. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. ഉത്തരം ഓപ്ഷൻ ഡി, ഉന്മുഖൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇത് ശരിയായത് ഓപ്ഷൻ സി ആണ്. ഇതിൽ ബാക്കി ഓപ്ഷനുകൾ എന്തുകൊണ്ട് തെറ്റായി എന്ന് നോക്കാം. ഓപ്ഷൻ എ, ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയുക എന്നത് രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്, അതുകൊണ്ട് രണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി അതുപോലെ ഏകദേശം 2000-ഓളം, ഇത് രണ്ടും ഒരേ വാക്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡിയിലും ഉത്സവാഘോഷങ്ങൾ അതിര് കടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യരുത്, ഇത് രണ്ടും ഒരേ അർത്ഥം വരുന്നതാണ്. ഇങ്ങനെ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ വാക്യത്തിൽ ഉപയോഗിച്ചാൽ അത് തെറ്റായിട്ടാണ് പറയുന്നത്. ഇന്നത്തെ പരീക്ഷയുടെ 10 മലയാളം ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ അടുത്ത് നടന്ന പരീക്ഷയുടെയും അതുപോലെ പ്രീവിയസ് ഇയറായി നടന്ന പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അതിൻ്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷനും തരും. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.